വേനൽ ചൂട് അനുദിനം വർദ്ധിക്കുന്നതോടെ വീടുകളിലെയും വാഹനങ്ങളിലെയും എയർ കണ്ടീഷനുകളുടെ ഉപയോഗവും വർദ്ധിച്ചു. ഇതോടെ AC ടെക്നീഷ്യന്മാരും തിരക്കിലാണ്. പ്രതിദിനം 10-ൽ താഴെ AC-കളുടെ ജോലികൾ ചെയ്തിരുന്ന ടെക്നീഷ്യന്മാരിപ്പോൾ 25 മുതൽ 30 വരെയുള്ള AC-കളാണ് പ്രവർത്തനക്ഷമമാക്കുന്നത്. വേനൽ ചൂട് അവസാനിച്ചാൽ കൂടുതൽ ആളുകളും AC-യെ ശ്രദ്ധിക്കാറില്ലെന്നും പ്രവർത്തിക്കാതിരിക്കുന്നതോടെ കേടുപാടുകൾ സംഭവിക്കുമെന്നും ടെക്നീഷ്യനായ അജിപ്രസാദ് പറയുന്നു. മെയിനായിട്ട് നമുക്ക് സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ, സർവീസിങ് ആൻഡ് മെയിൻ്റനൻസ്, പിന്നെ ഡക്റ്റബിൾ എയർ കണ്ടീഷൻ മുതലായ വർക്കുകളാണുള്ളത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ചൂട് വർദ്ധിച്ചതോടെ AC-യുടെ സർവീസ് മെയിൻ്റനൻസ് കൂടിയൊക്കെ വേണം. കാരണം ഗ്യാസ് ലീക്കേജ്, അല്ലെങ്കിൽ ലെസ് കൂളിങ്, അല്ലെങ്കിൽ നോട്ട് വർക്കിംഗ്, ഇതെല്ലാം സംഭവിക്കുന്നത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാതുള്ള എക്യുപ്മെൻറ്റ്സിനാണ് ഈ കംപ്ലയിൻറ്റ് വന്നേക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയ കാര്യം, അതായത് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ AC-യുടെ പ്രോപ്പറായിട്ടുള്ള വർക്കുകൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ്സ് കുറയും. ഇപ്പോൾ കൂളിംഗ് കുറവാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് കൂളിംഗ് കുറവ്, അതിൻ്റെ യൂണിറ്റ് സർവീസിങ് ആണോ, അത് പ്രോപ്പർ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ചെറിയ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്കൊരു 10-500 രൂപയ്ക്ക് തീരുന്ന പണിയാണെങ്കിൽ ആ പണിയിൽ നമുക്ക് ഒതുക്കാൻ പറ്റും. ഇല്ല എങ്കിൽ കുറഞ്ഞ ഗ്യാസിലൊക്കെ AC നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അത് പിന്നീട് കംപ്രസറിൻ്റെ ഫാൾട്ടിനും വാൽവ് അസംബ്ലി കംപ്ലയിൻ്റ് ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ എന്താണോ ചെറിയൊരു കംപ്ലയിൻറ്റ് നമ്മളത് സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ പരിഹരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ അനാമത്തായിട്ടുള്ള നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മാറത്തില്ല. ഇപ്പോൾ ഈ സീസൺ നമ്മൾ മനസ്സിലാക്കിക്കുന്ന ഒരു കാര്യം, സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആരും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നില്ല. സീസൺ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലായിടത്തും സർവീസിങ്ങും ബ്രേക്ക് ഡൗണും, അത് കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യണം. അത് കാരണം ചൂടാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ടെക്നീഷ്യന്മാരെന്ന് പറയുമ്പം ഈ 38 അല്ലെങ്കിൽ 40 ഡിഗ്രി ചൂടിൽ ടെക്നീഷ്യന്മാർ വെളിയിൽ പോയിട്ട് ജോലി ചെയ്യുന്നു. അവരെ കൊണ്ട് ചിലപ്പം ഒരു ദിവസം 4-5 കോള് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ലേബർ ഓഫീസർ പറയുന്നുണ്ട് ഈ പറഞ്ഞ ഒരു 12 മണി കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങരുത്, വൈകിട്ട് 5 മണിക്ക് ശേഷം മാത്രമേ ചെയ്യാവുന്നു. പക്ഷെ ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം കംപ്ലയിൻറ്റ് എപ്പോഴാണോ ബ്രേക്ക് ഡൗൺ, ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ തന്നെ അവിടെ ഈ പറഞ്ഞ കസ്റ്റമറിന് ചെല്ലണം. അവർ ചെന്നില്ലെങ്കിൽ പിന്നെ അവരല്ലെങ്കിൽ വേറെ ആൾക്കാരെ വിളിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ വരണ്ട, ഞങ്ങൾ വേറെ ആൾക്കാരെ കൊല്ലത്തുനിന്ന് വിളിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം തന്നെ ഡ്യൂട്ടി ടൈം നമ്മളൊരു 9:30-6:30 മണിയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. 7:30-ക്ക് ശേഷം OT ആണ്. പക്ഷേ ന്യൂ ജനറേഷനെ സംബന്ധിച്ച് ടെക്നീഷ്യന്മാർ രാവിലെ 9:30-ക്ക് പോലും എത്താൻ അവരെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക്, കാരണം സ്ഥിരമായിട്ട് ജോലിക്കാർ വരാതിരിക്കുവാണെങ്കിൽ നമുക്ക് വർക്ക് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്യാസ് ലീക്കേജ് വരുന്നുണ്ട്. ഗ്യാസ് ലീക്കേജിൻ്റെ മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഈ കണ്ടൻസർ, AC-യുടെ ഔട്ട് സൈഡിൽ ഇരിക്കുന്ന പാർട്ടാണ് കണ്ടൻസർ കോയിൽ എന്ന് പറയും. ഈ കണ്ടൻസർ കോയിൽ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് കൂളിങ്ങിനെ ബാധിക്കും. അത് നമ്മൾ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണം. രണ്ടാമത് ഈ ഭാഗത്ത് ഒരു വാൽവ് അസംബ്ലി ഉണ്ട്. ഇത് ബ്രാസ് അസംബ്ലിയാണ്, ബ്രാസ് അസംബ്ലി. ഇതിൻ്റെ അകത്ത് റബ്ബർ ഗ്ലാൻഡ് ഉണ്ട്. ഈ ചൂട് വർദ്ധിക്കുമ്പോഴേ ഈ റബ്ബർ ഗ്ലാൻഡ് ലീക്കാവും. ലീക്കായിട്ട് ഗ്യാസ് ലീക്കാവുന്ന ഒരു സമ്പ്രദായം ഏറ്റവും കൂടുതൽ ഈ സീസണിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ സീസണിനേക്കാൾ അപേക്ഷിച്ച്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഈ ബ്രാസ് അസംബ്ലി നമ്മൾ സെറ്റോടെ റീപ്ലേസിങ് ആണ്. അതിനുശേഷം ഇതിൻ്റെ അത് നൈട്രോൺ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗേജ് ഇട്ടിട്ട് നമ്മൾ 250 PSI നൈട്രോൺ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സിസ്റ്റം ഇവാക്യുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഗ്യാസ് നമ്മൾ R22, 32, 414 എന്ന ഗ്യാസുകളാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് പുതിയ AC-കളിൽ വരുന്നതെല്ലാം നമുക്ക് 32 ഗ്യാസാണ് വരുന്നത്. 410, 32 ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഗ്യാസുകളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറേ ബ്രേക്ക് ഡൗണുകളാണ് വരുന്നത്. അപ്പോൾ പ്രോപ്പർ സർവീസിങ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കംപ്ലയിൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും AC-ക്ക് വരുന്നില്ല എന്നാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 30 വർഷക്കാലമായി അജിപ്രസാദ് ഈ മേഖലയിലുണ്ട്. ശബരിമല, പമ്പ അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും മെഡിക്കൽ കോളേജുകളുടെയും AC വർക്കുകൾ കരാറെടുത്ത് ചെയ്യുന്നതും അജിപ്രസാദാണ്. ഗ്യാസിൻ്റെ റേറ്റ് ഇപ്പോൾ സാധാരണ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പുതിയ AC-കളൊക്കെ നമുക്ക് 32 ആണ്. 32ൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് നമ്മുടെ ഫ്രാഞ്ചൈസി ടീം ഈടാക്കുന്നത് 3500 രൂപയാണ്. നമ്മൾ ലീക്ക് ടെസ്റ്റ് ചെയ്തിട്ട് 2500 രൂപയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. 6 മാസം വരെ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ ഗ്യാരണ്ടി പറയുന്നുണ്ട്, 6 മാസം വരെ.
ഒരു കപ്പാസിറ്റർ പോലും നമ്മൾ ഇതിൻ്റെ അകത്ത് മാറിക്കഴിഞ്ഞാൽ ഈ സ്പെയറിന് നമ്മൾ 6 മാസത്തെ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫാൻ മോട്ടർ നമ്മൾ 6 മാസത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറുന്ന ഓരോ പാർട്സിനും നമ്മൾ ഗ്യാരണ്ടി, കാരണം കമ്പനിയിൽ നിന്ന് നമുക്ക് ഗ്യാരണ്ടിയോ കാര്യങ്ങളോ കിട്ടുന്നില്ല, എന്നാലും സ്ഥാപനത്തിൻ്റെ പേരിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് 6 മാസത്തെ ഗ്യാരണ്ടി. വേനൽക്കാലത്തിന് മുൻപ് തന്നെ കൃത്യമായി എയർ കണ്ടീഷനുകൾ സംരക്ഷിക്കുകയും സർവീസ് നടത്തുകയും ചെയ്യണമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.